ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു കൃത്യത വന്നിട്ടുണ്ട്. വഴിതെറ്റാതെ കൃത്യം ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഈ മിസൈലുകൾ കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഒന്ന് നെറ്റ് ചൊളിച്ചിട്ടുണ്ടാകും. കാരണം അമേരിക്കയുടെ GPS-നെ നോക്കുകുത്തിയാക്കി ഈ മിസൈലുകൾക്ക് വഴികാട്ടുന്നത് പിന്നിലിരിക്കുന്ന മറ്റൊരു വമ്പനാണ്, സാക്ഷാൽ ചൈന. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ അവർ ഇപ്പോൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ചൈനയുടെ ബെയ്ദു നാവിഗേഷൻ സിസ്റ്റത്തെയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുക്കൾ GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്തുമ്പോൾ ലക്ഷ്യം തെറ്റാതെ ആക്രമണം നടത്താൻ ഇറാനെ സഹായിക്കുന്നത് ഈ ചൈനീസ് സാങ്കേതിക വിദ്യയാണ്. ബെയ്ദു നൽകുന്ന സുരക്ഷിതമായ എൻക്രിപ്റ്റഡ് സിഗ്നലുകൾ ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ഇപ്പോൾ കഴിയുന്നുണ്ട്. ഇതിന് പിന്നിൽ ചൈനയ്ക്ക് അവരുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അത് എതിർചേരിയിൽ അമേരിക്കയാണ് എന്നുള്ളത് മാത്രമല്ല, സ്വന്തം ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും നഷ്ടപ്പെട്ട പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ വീണ്ടെടുക്കാൻ ചൈനയ്ക്ക് കിട്ടിയ ഒരു സുവർണാവസരം കൂടിയാണിത്. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇന്ത്യക്കെതിരെ പോരാടാൻ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി ചൈന വലിയ നാണംകടൽ നേരിട്ടിരുന്നു. ചൈനീസ് ആയുധങ്ങൾ വെറും ഇരുമ്പ് തുണ്ടുകളാണെന്ന വിമർശനം ഉയർന്നപ്പോൾ തങ്ങളുടെ ബെയ്ദു സാങ്കേതിക വിദ്യ എത്രത്തോളം മികച്ചതാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അവർ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇറാനുമായി ചൈനയ്ക്ക് പല നയതന്ത്ര വിയോജിപ്പുകളും ഉണ്ടെങ്കിലും തങ്ങളുടെ ആയുധങ്ങളുടെ മാർക്കറ്റിങ്ങിനായി അവർ ഈ സാഹചര്യത്തെ സമർത്ഥമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷേ ഈ ഭൗമരാഷ്ട്രീയ കളികൾക്കിടയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം മറ്റൊന്നാണ്. ചൈനയിൽ നിന്ന് നല്ല കാശെറിഞ്ഞ് വാങ്ങിയ ഈ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇറാനിലെ IRGC ഉപയോഗിക്കുന്നത് ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ചെയ്തതുപോലെ സ്വന്തം ജനതയ്ക്ക് കവചമൊരുക്കാനല്ല. സ്വന്തം രാജ്യത്തിൽ എത്രമാത്രം ജനങ്ങൾ കൊല്ലപ്പെട്ടാലും അതൊരു ബോണസായിയാണ് IRGC കാണുന്നത്. കാരണം എന്നാൽ മാത്രമേ എത്രമാത്രം ആളുകൾ കൊല്ലപ്പെടുന്നോ അത്രമാത്രം ഇരവാദം അവർക്ക് മുഴക്കാമല്ലോ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്. അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ വലിയ പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇറാനിലെ സാധാരണ ജനങ്ങൾക്കും പശ്ചിമേഷ്യൻ സമാധാനത്തിനും ഇന്നുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് IRGC-യുടെ തീവ്രവാദ ചിന്താഗതികളും ആണവ മോഹങ്ങളും തന്നെയാണ്. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ആയുധം വാങ്ങാൻ നൽകുമ്പോൾ ഇറാനിലെ സാധാരണക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാതെ നരകിക്കുകയാണ്. സ്വന്തം ജനതയെ അടിച്ചമർത്തുന്ന ഖമേനി ഭരണകൂടം ഒരിക്കലും ഈ രാജ്യത്തിന്റെ രക്ഷകരല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. ചുരുക്കത്തിൽ ആഗോള ഉപരോധങ്ങളിൽ നട്ടം തിരിയുന്ന IRGC സ്വന്തം ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ ചൈനയുടെ ബെയ്ദു സിസ്റ്റം ഉപയോഗിച്ച് വലിയ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. മറുഭാഗത്ത് ഇന്ത്യയുടെ ഏറ്റ പ്രഹരത്തിന്റെ ക്ഷീണം മാറ്റാൻ ചൈന തങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റത്തെ ഇറാനിലൂടെ പരീക്ഷിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്നു. ഈ അധികാര വടംവലികൾക്കിടയിൽ യഥാർത്ഥ വില നൽകേണ്ടി വരുന്നത് സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഇറാനിലെ സാധാരണ ജനങ്ങൾക്കാണ്. IRGC-യുടെ ഈ വിനാശകരമായ പോക്ക് അവസാനിക്കാതെ ഇറാനോ പശ്ചിമേഷ്യയോ ശാന്തമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് മലയാളം.